സംസ്ഥാനത്തെ ശക്തമായ മഴയിൽ കൊച്ചിയിലും തൃശൂരിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. 4 മണിക്ക് ആരംഭിച്ച മഴ 3 മണിക്കൂറിലേറെ ശക്തമായി പെയ്തതോടെ കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിലായി. കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി. റോഡുകളിൽ വെള്ളം കയറിയതിനാൽ പലയിടങ്ങളിലും വാഹന ഗതാഗതവും ദുഷ്കരമാണ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, തൃശൂരിൽ ഇപ്പോഴും മഴ തുടരുകയാണോ? ഒപ്പം തന്നെ വെള്ളക്കെട്ടിന്റെ ഒരു പ്രതിസന്ധി അതെങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ലക്ഷ്മി, വൈകിട്ടോടെയാണ് ശക്തമായ മഴ ജില്ലയിൽ തുടങ്ങിയത്. അതിനുശേഷം മണിക്കൂറുകളോളം മഴ പെയ്തു. ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ടെങ്കിലും ഈ നഗരത്തിലെ റോഡുകളിലും കടകളിലും ഒക്കെ വെള്ളക്കെട്ട് ഉണ്ടായി. ഈ റോഡുകളിലെ വെള്ളക്കെട്ട് കാരണം വാഹന ഗതാഗതം ദുഷ്കരമാണ്. ഈ കടകളിൽ, അതായത് റോഡിനരികെയുള്ള കടകളിലേക്ക് ഈ വെള്ളം കയറി. അതോടൊപ്പം ഈ തൃശൂർ കോർപ്പറേഷന്റെ തന്നെ വിവിധ വാർഡുകളിലെ ഈ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലേക്ക് അവസ്ഥ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാവും. അതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് സമീപത്തെ നിരയിലുള്ള ആ കടകളും, അതോടൊപ്പം ശങ്കരയ്യ റോഡിലെ വീടുകളിലും ബിഷപ്പ് പാലസിന് സമീപമുള്ള മതില് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അത് പിൻവലിച്ചു. കഴിഞ്ഞ ദിവസം മഴ കുറവായതിനാലാണ് ആ നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചത്. എന്നാൽ വീണ്ടും മഴ ശക്തമാവുകയായിരുന്നു. എന്തായാലും തൃശൂർ നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡുകളിൽ വെള്ളം കാരണം വാഹന ഗതാഗതം അത് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത കുരുക്കുമുണ്ട്. എന്തായാലും ഈ മഴ ശക്തമായി പെയ്തതോടുകൂടി തന്നെ ഈ കോർപ്പറേഷന്റെ പരിധിയിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയ സ്ഥിതിയിൽ അവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്ക് ഇപ്പോൾ കുറച്ച് ശമനമുണ്ട്. എന്നാലും രാത്രിയോടുകൂടി വീണ്ടും മഴ ശക്തമാകുമോ എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങളൊക്കെയും. ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും എന്തായാലും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. എന്തായാലും മഴ ശക്തമായതോടുകൂടി ജനങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.